ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുന തീരവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുന തീരവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്. ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ. ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ്. ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ. നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ശില പ്രഭുപാദ് കി ജയ്. ശില ഗുരുദേവ് കി ജയ്. നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ശില പ്രഭുപാദ് കി ജയ്. ശീല ഗുരുദേവ് കി ജയ്. നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് ശീല പ്രഭുപാദയുടെ ജന്മദിനാണ്. എല്ലാവരും ഫാസ്റ്റിംഗിലാന്നറിയാം. പ്രഭുപാദയുടെ മേഴ്സിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി തുടർന്നാല്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ
ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം ഒന്നാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകാണ്. പരം യദവ്യക്തം അവ്യൂഢഗുണസ്പൃംഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാൽ സജീവോ യൽ പുനർഭവഃ. അധപരം യദവ്യക്തം അവ്യൂഢഗുണസ്പൃംഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാൽ സജീവോ യൽ പുനർഭവഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ പരം ഉപരിയായി ഏത് അവ്യക്തം അവ്യക്തമായ അവ്യൂഢ നിശ്ചിത രൂപമില്ലാത്ത ഗുണബൃംഹിതം ഗുണങ്ങളാൽ സ്പർശിക്കുക ഗുണങ്ങളാൽ പ്രഭാവിതമാകുന്ന അദൃഷ്ട അദൃശ്യമായ അശ്രുത കേൾക്കാൻ സാധ്യമല്ലാത്ത വസ്തുത്വ അതുപോലെയുള്ള സഹ ആ ജീവാത്മാക്കൾ ഏതോ അത് പുനഃഭാവ ആവർത്തിച്ച് ജന്മമെടുക്കുന്നു. വിവർത്തന ഭാവാർത്ഥം ശീല പ്രഭുപാദ് കി ജയ്. ഈ സ്ഥൂല തത്വരൂപത്തിനതീതമായി അവ്യക്തവും അദൃശ്യവും അശ്രുതിയും അവ്യൂഢവും ഗുണബൃംഹിതവുമായ മറ്റൊരു സൂക്ഷ്മ സത്വരൂപമുണ്ട്, സ്വരൂപ തത്വമുണ്ട്. ജീവാത്മാവിന് ഈ സൂക്ഷ്മതയ്ക്കും അതീതമായ അതിൻ്റെതായ സ്വരൂപമുണ്ട്. അല്ലാത്ത പക്ഷം അവന് ആവർത്തന ജന്മങ്ങൾ ഉണ്ടാകുകയില്ലല്ലോ. ഭാവാർത്ഥം ശീല പ്രഭുപാദ് കി ജയ്. അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തെ ഭഗവാന്റെ സ്ഥൂലാകാരമായ സ്വരൂപമായി സങ്കല്പിച്ചിരിക്കുന്നതിനാൽ ഭഗവാന് അതിസൂക്ഷ്മ സ്വരൂപമുണ്ടെന്ന തത്വവും നിലവിലുണ്ട്. അതിനെ ദർശിക്കാതെ പ്രത്യക്ഷമാക്കാതെ തന്നെ സാക്ഷാത്കരിക്കാം. എന്നാൽ പരമാർത്ഥത്തിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ സ്വരൂപ തത്വങ്ങളൊക്കെ ജീവാത്മാക്കളുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥൂല ഭൗതിക ശരീരത്തിനും അല്ലെങ്കിൽ സൂക്ഷ്മ മാനസിക അസ്തിത്വ സ്വരൂപത്തിനുമുപരിയായി ജീവാത്മാക്കൾ അതിൻ്റെതായ ആത്മീയ സ്വരൂപമുണ്ട്. സ്ഥൂല ശരീരവും മാനസിക വൃത്തിയും പ്രവർത്തനരഹിതമാകുമ്പോൾ തൽക്ഷണം ജീവാത്മാവ് പ്രത്യക്ഷ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്നു. പരമാർത്ഥത്തിൽ അദൃശ്യനും അശ്രുതനുമാകയാൽ ജീവാത്മാവ് വിട്ടുപോയി എന്ന് നാം അഭിപ്രായപ്പെടും. ഗാഠനിദ്രയിലായ ഒരാളുടെ സ്ഥൂല ശരീരം എപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അയാളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ആത്മാവ് ശരീരത്തിനുള്ളിലുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ആകയാൽ ജീവാത്മാക്കൾ ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോൾ ചേതനാത്മാവിന് അസ്തിത്വമില്ല എന്ന് അർത്ഥമില്ല. അത് അവിടെ തന്നെയുണ്ട്. അന്യഥാ ജനനങ്ങളുടെ പുനരാവൃത്തി സംഭവ്യമാകുന്നത് എപ്രകാരമാണ്? നിർണയം എന്തെന്നാൽ ഭഗവാൻ ജീവാത്മാക്കളെ പോലെ സൂക്ഷ്മവും സ്ഥൂലവുമല്ലാത്ത അദ്ദേഹത്തിൻ്റെതായ അതീന്ദ്രിയ രൂപത്തിൽ ശാശ്വതമായി നിലകൊള്ളുന്നു. ജീവാത്മാക്കളുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തോട് ഭഗവാന്റെ ശരീരത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഭഗവത് സ്വരൂപത്തെ കുറിച്ചുള്ള അവ്വിധ സർവ സിദ്ധാന്തങ്ങളും സാങ്കല്പികങ്ങളാണ്. ഭൗതിക മാലിന്യങ്ങളാൽ മാത്രം ബന്ധനസ്ഥനായ ജീവാത്മാവിന് ഒരു ശാശ്വത അന്യ സ്വരൂപമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം മുഖം കരോതി വാചാലം പങ്കും ലങ്കേതേ ഗിരിമിത്രപാദം ഹമ്മന്ദേ ശ്രീ ഗുരുൻ ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകത്തില് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് ജീവാത്മാവിന്റെ, അതായത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ വിരാട രൂപം നമ്മൾ മനസ്സിലാക്കി. ആ ഭഗവാന്റെ വിരാട രൂപത്തില് നമ്മൾ എന്താ കണ്ടത്? ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഭഗവാന്റേതല്ലാത്ത ഒരു അവയവങ്ങളും ഇവിടെ ഇല്ല. എല്ലാ ജീവാത്മാക്കളും എല്ലാ നദികളും പർവ്വതങ്ങളും എല്ലാം ഭഗവാന്റെ തന്നെ അവയവങ്ങളായിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയത്. അപ്പോ ആ സ്ഥൂലമായ അതെന്തിനാണ് ഭഗവാൻ വന്നത് എന്ന് വെച്ചാല് ഭഗവാൻ സാധാരണ വളരെ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത ജീവാത്മാക്കൾക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ഭഗവാന്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അതിനെപ്പറ്റി നമുക്ക് വിവരിച്ചു തരുന്നത്. കാരണം എല്ലാവർക്കും ഭഗവാൻ എന്ന് പറയണത് ആ ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ ആ
രണ്ട് കൈകൾ ഭുജങ്ങളുള്ള ആ രൂപത്തിനെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ, ആ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേണ്ടി ഭഗവാൻ വിരാട രൂപത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പം എന്തിനാന്ന് വെച്ചാൽ ഓരോ ജീവശക്തിക്കും ഈ ഭൗതിക ലോകത്തിലെ കാണുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നിനെയും ദ്വേഷിക്കാൻ വരില്ല, നമുക്ക് ആരോടും വൈരാഗ്യോ എല്ലാം നമ്മളിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ഇതൊന്നും ഞാൻ മാത്രമാണ്, അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ അധികാരി ഞാനാണ്, ഇതിന്റെ ആസ്വാദനം എനിക്ക് മാത്രമുള്ളതാണ്, ഇതിനെ ഉപയോഗിക്കാൻ അത് അവരെയും ഇതസ്തന്യം പ്രകൃതിയും വിദ്യമേ വരാതെ ഭഗവാൻ 7ാമത്തെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അതായത് ഈ എന്റെ ജീവാത്മാക്കള് എന്നൊരു ഉത്കൃഷ്ട ശക്തിയുണ്ട്, അവരാണ് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രകൃതിയെ ചൂഷണം ചെയ്യാനായി നമ്മള് ഈ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ഇവിടെ ജനിക്കുകയാണ്. അതെങ്ങനെയാ ജനിക്കുന്നത്? നമ്മളുടെ തന്നെ കർമ്മത്തിന് അധിഷ്ഠിതമായിട്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജനനം. അപ്പൊ ഇവിടെ ജീവാത്മാവിന്റെ പ്രത്യേകതകളാണ് പറയണത്. അതായത് അത ഈ പരം ഉപരിയായി യത് ഏത് അവ്യക്തം. ഒന്നെന്താ പറയണത്? അവ്യക്തമായ, അതായത് അതിന് വ്യക്തമല്ല. പിന്നെ അവ്യൂഢ, നിശ്ചിതമായൊരു രൂപമില്ല. ഗുണബ്രീഹിത, ഗുണങ്ങളാൽ പ്രഭാവിതമാകുന്നു. എന്താ ഗുണങ്ങളുള്ളത്? നമ്മുടെ 3 ത്രിഗുണങ്ങള്. ആ ഗുണങ്ങള് ബന്ധപ്പെട്ടാണ് ഒരു ജീവാത്മാവ് ഇരിക്കുന്നത്. അദൃഷ്ട, അദൃശ്യമായതാണ്. അശ്രുത, കേൾക്കാൻ സാധ്യമല്ലാത്തതാണ്. അതുപോലെ ഈ ജീവാത്മാക്കൾ പുനഃഭാവ, ആവർത്തിച്ച് ജന്മമെടുക്കുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ജീവാത്മാക്കൾ ഇവിടെ ആവർത്തിച്ച് ജന്മമെടുക്കുന്നത്? അതായത് ഈ സംസാര ചക്രത്തില് 84 ലക്ഷം ജീവജാലങ്ങളിൽ കൂടെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും പറയുന്നതുമാണ് വന്നിട്ടുള്ള ഒരു പുണ്യമായിട്ടുള്ള ഒരു ജന്മമാണ് ഈ മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം പുണ്യജന്മമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ശ്രീല പ്രഭുപാദയാണ്. ഇന്ന് ശ്രീല പ്രഭുപാദയുടെ ആവിർഭാവ ദിനത്തില് ശ്രീല പ്രഭുപാദയെ നമ്മൾ എത്ര നമസ്കരിച്ചാലും എത്ര സ്തുതിച്ചാലും മതിയാവില്ല. കാരണം ശ്രീല പ്രഭുപാദ എത്രയും വലിയൊരു ഈ വയസ്സായ പ്രായത്തിൽ കൂടെ അന്യരാജ്യത്ത് പോയിട്ട് കൃഷ്ണാവബോധം എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരിക്കലും ശ്രീല പ്രഭുപാദ പറഞ്ഞ ആ അറിവില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാൻ എന്താണെന്ന് നമ്മൾ അറിയില്ല, കൃഷ്ണൻ ആരാണെന്ന് നമുക്കറിയില്ല, കൃഷ്ണൻ എന്താണ്, എങ്ങനെയാണ് കൃഷ്ണനെ സേവിക്കേണ്ടത്. അതിനുള്ള ഭക്തന്മാര് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഭക്തന്മാര് നമുക്ക് ഉദാഹരണ സഹിതം കാണിച്ചു തന്നിട്ടുണ്ട്. വില്യമംഗല ഠാക്കൂർ ആയാലും പൂന്താനം തിരുമേനി ആയാലും നാരായണ ഭട്ടതിരിപ്പാടായാലും കേരള നാട്ടിൽ തന്നെ നമുക്ക് അത്രയും അധികം ഭക്തന്മാരുണ്ട്. കുറൂരമ്മ, അങ്ങനെയുള്ള മഞ്ജുളാലിനെ പറ്റിയൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനെയും കുറിച്ച് ഭഗവാൻ നമ്മളിവിടെ കണ്ടും കേട്ടും വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും കൃഷ്ണനെ എങ്ങനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് വിധത്തിലാണ് ഭജിക്കേണ്ടത് നമ്മൾക്ക് മനസ്സിലാക്കിയത് പ്രഭുപാദയാണ്. അപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ അതിചന്ദ്ര ഗോവിന്ദാസ് പ്രഭുവിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോ പ്രഭുപാദയെ പറ്റി പ്രഭു പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അതായത് നമ്മള് ജന്മാഷ്ടമി കൊണ്ടാടുമല്ലോ. ഇന്നലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജന്മാഷ്ടമി എല്ലാവരും കൊണ്ടാടി. അപ്പൊ ഭഗവാന്റെ ജന്മാഷ്ടമി കൊണ്ടുവച്ചാവുമ്പോ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ് ഏറ്റവും അധികം ചെയ്യുക. അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാട് കഴിക്കുക, പായസത്തിന് ചീട്ടാക്കുക, അങ്ങനെ ഒരു ചിട്ടയില്. എന്നാലും നമുക്ക് കഴിക്കാൻ പാടില്ല, രാത്രി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രസാദം സ്വീകരിക്കുള്ളൂ എന്നുണ്ടെങ്കിലും അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോ ഭഗവാന് തോന്നിയെന്ന് എല്ലാ ഭക്തന്മാരും എപ്പോഴും എന്റെ അടുത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോന്ന് വാങ്ങിക്കൊണ്ട് പോവാണല്ലോ, അവർക്ക് ഞാനൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെയാണ് പ്രഭു പറഞ്ഞത്. ആ റിട്ടേൺ ഗിഫ്റ്റ് ആണ് അത്രേ പ്രഭുപാദയെ നമുക്ക് ഭഗവാൻ തന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രഭുപാദയെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. അപ്പൊ ആ പ്രഭുപാദയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അചിന്ത്യഭേദ തത്വം നമ്മളെ പഠിപ്പിച്ചു തന്നു. അതേപോലെ ദ്വൈതഭാവം, അതായത് ഭഗവാൻ, പരമാത്മാവ്, ഭഗവാൻ, അതായത് ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ആ ഒരു തത്വം അല്ല ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവിന്റെ ഗുണങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഇതിൽ പറഞ്ഞത് എന്താ? സ്ഥൂല തത്വസ്വരൂപത്തിന് അതീതമായിട്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഗുണങ്ങളെല്ലാം സ്ഥൂലവും അതേപോലെ തന്നെ നമ്മുടെ സ്ഥൂല തത്വവും സ്വരൂപത്തിനും അതീതമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്.
എന്നിട്ട് പറയണു, അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തെ ഭഗവാന്റെ സ്ഥൂലാകാരമായ സ്വരൂപമായി സങ്കല്പിച്ചിരിക്കുന്നതിനാൽ നമ്മളിവിടെ ഭഗവാനെ സ്ഥൂല രൂപത്തിൽ, ഈ പ്രകൃതിയില് ഭഗവാന്റെ അഹം ബീജ പ്രദപിത, ഭഗവാനാണ് ഈ പ്രകൃതിയിലെ ഒരു നോട്ടത്താലാണ് എല്ലാ ബീജാഭാവങ്ങളും ഉണ്ടായതും അതിനെ പുഷ്ടിപ്പെടുത്തിയതും. അപ്പൊ ആ ഭഗവാന്റെ സ്ഥൂല രൂപമുണ്ട് എന്നാണ്, അതിസൂക്ഷ്മമായ രൂപമുണ്ടെന്ന തത്വവും നിലവിലുണ്ട്. എന്നാ ഭഗവാൻ അങ്ങനെ ഉണ്ടോ? അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതായത് ഭഗവാന് അങ്ങനെ ഒരു ശരീരമല്ല, ഭൗതിക ശരീരം എടുത്തിട്ടുള്ള, അതായത് 24 മൂലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവിന് മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ളത് പരമാത്മാവിനില്ല. ഇതൊന്നും പരമാത്മാവിനെ ബന്ധിക്കുന്നില്ല. കാരണം എന്താണ്? പരമാത്മാവ് എന്ന് പറയുന്നത് അതീന്ദ്രിയം, സച്ചിദാനന്ദ വിഗ്രഹമാണ് ഭഗവാൻ. സച്ചിത് ആനന്ദം, അതീന്ദ്രിയ ഭാവമാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയ ശരീരമാണ് ഭഗവാനുള്ളത്. ബ്രഹ്മസംഹിതയിൽ ഭഗവാൻ പറയണ്ട, അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം ആദ്യം പുരാണ പുരുഷൻ നവയൗവനഞ്ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മാവ് പറയുന്നുണ്ട്, അച്യുതനാണ് അങ്ങ്, അദ്വൈതനാണ് അങ്ങ്, അനാദിയാണ് അങ്ങ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ആ ഭഗവാന് സൂക്ഷ്മ ശരീരം, അല്ലെ ഒരു നിഴല് പോലും ഭഗവാന് വേണ്ട. ഭഗവാന്റെ ഏതൊരു അംഗത്തിൽ കൂടെയും എല്ലാത്തിനെയും സ്വാധീനിക്കാനും, നമ്മൾ കൊടുക്കുന്ന പ്രസാദം ഏതൊരു അംഗം വെച്ചിട്ടാണെങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കാൻ സാധിക്കും. എവിടെ വേണമെങ്കിലും ഭഗവാൻ എത്താൻ സാധിക്കും. നമ്മള് ഈശോപനിഷത്തിലും പഠിക്കുന്നുണ്ട്, ഭഗവാൻ എത്ര ദൂരത്തിലാണ് തദന്തികെ തദ്ദൂരെ തദന്തികെ, അതായത് എത്ര ദൂരത്തിലാണെങ്കിലും ഭഗവാൻ നമ്മുടെ അടുത്തുള്ള ആളാണ്. എത്ര വലുതാണെങ്കിലും ഭഗവാൻ നമ്മുടെ ചെറുതായിട്ട് ഭഗവാന്. അപ്പൊ ഭഗവാന് ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ഒരു ജീവസത്തിക്ക് അത് സാധ്യമല്ല. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരമാർത്ഥത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ സ്വരൂപ തത്വങ്ങളൊക്കെ ജീവാത്മാക്കളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെയുള്ള സ്ഥൂല സൂക്ഷ്മ സ്വരൂപ തത്വങ്ങളായിട്ട് നമ്മൾ പറയേണ്ടത്. പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആത്മാവിനെ കുറിച്ചാണ്. അതായത് സ്ഥൂല ശരീരവും മാനസിക വൃത്തിയും പ്രവർത്തനരഹിതമാകുമ്പോൾ തൽക്ഷണം ജീവാത്മാവ് പ്രത്യക്ഷ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്നു. അതിന് പറയുന്ന പേരാണ് മരണം. അപ്പോ നമ്മുടെ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാവ്, അല്ലെങ്കിൽ ആ ശക്തി, അല്ലെങ്കിൽ ചൈതന്യം, അതാണ് ബോധമായിട്ട്. ആ ജീവാത്മാവ് നമ്മുടെ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ബോധമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ആ ബോധം എപ്പോൾ ഈ ശരീരത്തിന്റെ, ആ മനസ്സ് എപ്പോൾ ഈ ശരീരവുമായിട്ട് ഒരു ബന്ധം ഇല്ലാണ്ട് പോകുന്നു, അതോടുകൂടെ ആ വ്യക്തി മരിച്ചു. അപ്പൊ പിന്നെ ആ മരിച്ച വ്യക്തിയെ നമ്മൾ ശവം എന്ന് പറയും, അല്ലെ? അപ്പോ അങ്ങനെയുള്ള ആ വ്യക്തിക്ക് എന്താ പറയണത്? സ്ഥൂല ശരീരമുണ്ട്. നമുക്കറിയാം എല്ലാ അവയവങ്ങളും എല്ലാം ആ ശരീരത്തിലുണ്ടെങ്കിലും ആ ശരീരത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ശരീരം ഒന്ന് എടുക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഈ ആത്മീയ സ്ഫുലിംഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ശരീരം എത്ര തടിയുള്ള ആനയുടെ ആയാലും തിമിംഗലത്തിന്റെ ആയാലും കൊച്ചു ഉറുമ്പിന്റെ ആണെങ്കിലും ആരും സഹായം ഇല്ലാണ്ട് എത്ര ദൂരം ഓടാനും നടക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്, അല്ലെ? അതേസമയം ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ ആളെ പൊക്കാനായിട്ട് 6 പേര് മിനിമം വേണം. കാരണം അത്രയ്ക്ക് ഭാരമാണ്. അപ്പൊ ആ വ്യത്യാസം നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ആത്മാവുള്ള ശരീരവും ആത്മാവില്ലാത്ത ശരീരത്തിന്റെയും വ്യത്യാസം. പിന്നെ നമ്മള് ആത്മാവിന്റെ എന്താ പറയാ, സത്വരൂപം ഇവിടെ പറഞ്ഞില്ലേ, സ്വരൂപമുണ്ട്. എന്താണ് ആത്മാവിന്റെ സ്വരൂപം? തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേപരം നിരന്തരം സ്വയം ജ്യോതി അണിമാനം അഖണ്ഡിതം. അതായത് ജീവാത്മാവ് ഭൗതികമായ അസ്തിത്വത്തിന് അതീന്ദ്രിയമായും സദാ സ്വയം പ്രകാശിക്കുന്നവനായും അണുപ്രായനെങ്കിലും ഒരിക്കലും ഖണ്ഡിക്കപ്പെടാത്ത അന്തരമില്ലാതെയും അറിയുക. അതായത് പരിശുദ്ധമായ അവബോധത്തിന്റെ, കൃഷ്ണാവബോധത്തിന്റെ താൻ പരമോന്നതനായ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ലാത്ത അദ്ദേഹത്തിന്റെ സൂക്ഷ്മാംശമാണ് എന്ന് സ്വയം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ എല്ലാവരും ഇപ്പോ സൂര്യകിരണങ്ങള് നമുക്കറിയാം, സൂര്യനിൽ നിന്നാണ് സൂര്യകിരണങ്ങൾ വരുന്നത്. അപ്പൊ സൂര്യകിരണങ്ങള് സൂര്യനിൽ നിന്ന് അഭിന്നമല്ല, എന്നാൽ സൂര്യനല്ല. അതേപോലെ തന്നെയാണ് ഓരോ ജീവാത്മാവും
ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ഭഗവാന്റെ അംശമാണ്, അതാണ് നമ്മുടെ സ്വരൂപം. ആ അംശം എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ജീവാത്മാവ് എന്താ ചെയ്യേണ്ടത്? ജീവാത്മാവ് ഭഗവത്ഗീതയിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ, ജീവാത്മാവ് എന്ന് പറയുന്നത് പരമോന്നത ഭഗവാന്റെ ശാശ്വതവും അവിഭാജ്യ ഘടവുമായിട്ട് ആ ഭഗവാനെ സേവിക്കുമ്പോഴാണ് ആ ജീവാത്മാവിന് പരിപൂർണത കൈവരുന്നത്. അപ്പൊ ആ പരിപൂർണത കൈ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ ഈ ജീവാത്മാവിന് ഈ ശരീരങ്ങളിൽ കിടന്ന് അലയേണ്ടി വരില്ല. കേൾക്കാൻ പറ്റുന്നല്ലോ മാതാജി? ഇവിടെ ഭയങ്കര മഴയുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോ കേൾക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ നമ്മൾ അറിയാം 24 ഘടകങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഭഗവാന്റെ ശരീരത്തിന് അങ്ങനത്തെ യാതൊരു ഘടകങ്ങളുടെയും ആവശ്യമില്ല. അപ്പൊ പദാർത്ഥങ്ങൾ കൊണ്ടല്ല ഭഗവാൻ വന്നിട്ടുള്ളത്, അല്ലെ? പദാർത്ഥത്വം കൊണ്ട് നിർമ്മിച്ചതല്ല ഭഗവാന്റെ ശരീരം. ജീവനും ശാശ്വതമാണ്. പിന്നെ അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ അണുവാത്മാവാണ്, അല്ലെ? ഭഗവാനും പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. കാരണം ജീവാത്മാവ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ജീവാത്മാവ് എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പരമാത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് ജീവാത്മാവ് അണുവാണ്, ഭഗവാൻ വിഭുവാണ്. ജീവാത്മാവ് ഒരു ശരീരത്തിന്റെ മാത്രം നിൽക്കുമ്പോൾ ഭഗവാൻ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ ശരീരങ്ങളും പരമാത്മ രൂപത്തിൽ ഭഗവാനുണ്ട്. പരമാത്മാവ് എല്ലാത്തിന്റെയും മേധാവിയാവുമ്പോൾ ജീവാത്മാവ് ആശ്രിതനാണ്. അത് മാത്രമല്ല, ജീവാത്മാവ് ഒരു ശരീരത്തിന്റെ മാത്രമേ മേധാവിയാവുള്ളൂ, അത് ഭഗവാന്റെ ആശ്രിതനാണ്. ഭഗവാൻ എങ്ങനെയാണ്? എല്ലാ സർവ്വ ജീവജാലങ്ങളുടെയും നിയന്താവ് ഭഗവാനാണ്. എന്നാൽ ജീവാത്മാവ് അങ്ങനെയല്ല. അതുപോലെ ഭഗവാൻ എല്ലാത്തിന്റെയും സർവവ്യാപിയായിട്ട് നിൽക്കുമ്പോൾ ജീവാത്മാവ് അതിസൂക്ഷ്മമായിട്ട് സ്വശരീരത്തിൽ മാത്രം നിലകൊള്ളുന്നു. പിന്നെ ജീവാത്മാവിന് നമ്മളറിയാം, നമുക്ക് എല്ലാവർക്കും 4 തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ 4 ന്യൂനതകളൊന്നും പരമാത്മാവിന് ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാത്മാവിന് പിഴ പറ്റണില്ല. അതേസമയം ജീവാത്മാവിന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും പിഴ പറ്റാനും, മറന്നു പോവാനും, മായയ്ക്ക് വശംവദനാകാനും, വഞ്ചിക്കാനും ഉള്ള തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണതകൾ ഉണ്ടാവുന്നു. പിന്നെ എല്ലാം ഭഗവാന്റെ ത്രിഗുണങ്ങളോട്, അതായത് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ഗുണങ്ങളാണ്. പക്ഷെ ഭഗവാൻ ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പോ ജീവാത്മാവിന് എന്നാൽ എന്താവണേ? ഈ ത്രിഗുണങ്ങളില് ബാധിക്കുന്നത് കൊണ്ടാണ് ജീവാത്മാവ് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഒരു കർമ്മ രൂപം എടുക്കുന്നത്. ഒരു ശരീരം, ഒരു ക്ഷേത്രം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോലെ ക്ഷേത്രം എടുക്കും. അതായത് ശരീരം എടുക്കുമ്പോൾ ആ ശരീരത്തിന് അനുയോജ്യമായ വിധത്തില് ആ ജീവാത്മാവിന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഭഗവാൻ എത്രയോ രൂപങ്ങൾ എടുത്തു കഴിഞ്ഞു. നമ്മളെ ഇപ്പൊ ഇത്രയും അവതാരങ്ങൾ മുഴുവൻ പഠിച്ചതും ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ തന്നെ സ്വ ഇച്ഛപ്രകാരം ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട്, ഓരോ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. എന്നാൽ ഒരു ജീവാത്മാവ് എന്തിനാ വരുന്നത്? ജീവാത്മാവ് അവരവര് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ആ കർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ കൂടെ ബോണസ് ആയിട്ട് നമ്മൾ തിരിച്ചും ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും ഈ ഭൗതിക പ്രപഞ്ചത്തില് മുഴുകിയിരിക്കുന്നു. പിന്നെ ഈ വരുമ്പോ നമ്മൾക്ക് കുറെ വർഷങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ജീവാത്മാവ് വന്ന് ജീവാത്മാവ് വിചാരം എന്താ? ഈ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഞാനാണ് ഇതിന്റെ ഭോക്താവ്. എന്നാൽ ശരിയായ ഭോക്താവ് ആരാണ്? ഭഗവാൻ. ഇതെല്ലാം ആസ്വദിക്കേണ്ടത് ആർക്കാണ്? ഭഗവാന്. പക്ഷെ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പറഞ്ഞു കൊടുത്താലും ആർക്കും മനസ്സിലാവില്ല. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. കാരണം പ്രഭുപാദ പറഞ്ഞു തന്നിട്ടുള്ള കൃഷ്ണാവബോധത്തിലുള്ള അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഭഗവാനാണ് പരമാസ്വാദകൻ, ഭഗവാനാണ് പരമപുരുഷൻ, ഭഗവാനെ സേവിക്കലാണ് ഓരോ ജീവാത്മാവിന്റെയും കടമ എന്നുള്ള ആ തത്വം നമുക്ക് കൃഷ്ണാവബോധത്തിൽ കൂടിയാണ് മനസ്സിലാവുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ആത്മാവിന്റെ രൂപത്തിനെ കുറിച്ച് ശേതാശ്വരോപനിഷത്തിൽ പറയണ്ടല്ലോ. ബാലാഗ്ര ശതഭാഗസ്യ ശതദാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസ്യ വിജ്ഞേയ സച്ച അനന്യായ കൽപ്പതേ. അതായത് ഒരു തരനാരിഴയുടെ തുമ്പ് 10,000 വട്ടം മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരംശം, അത് എത്രയാണെന്ന് പോലും നമുക്ക് കാണാൻ പോലും പറ്റുണ്ടാവില്ല. അതാണ് ഒരു ജീവാത്മാവിന്റെ അളവ്, പരിമാണം. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, അല്ലെ? ഭഗവാന്റെ നമ്മള് ഭഗവത്ഗീതയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്കുഷ്ട മാത്രം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ
ഒരു അളവുണ്ട്, ഒരു 8 ഇഞ്ച് എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗവതത്തിൽ കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ജീവാത്മാവ് എങ്ങനെയാണ് പറയണത്? അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോർ നിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതരശോക ധാതു പ്രസാൻ മഹിമാനമാത്മന. പരമാത്മാവ് അണുമാത്രമായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിന്റെ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത്. അപ്പൊ തമക്രതു ആത്മസ്യ ജന്തോർ നിഹിതോ ഗുഹായ, ഓരോ ജന്തുക്കളുടെയും ഹൃദയത്തിന്റെ ഭാഗത്ത് ഇവര് ഭഗവാനും പരമാത്മാവും ജീവാത്മാവും പരമാത്മാവും കുടികൊള്ളുന്നു. ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളുടെയും ശോകങ്ങളെയും അകറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യം, അപ്പോഴും ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട് എത്ര തന്നെ നമ്മളിപ്പോ എത്രയോ ഭഗവാനെ വ്യക്തി രൂപത്തില് സാക്ഷാത്കരിക്കാൻ ഇഷ്ടമില്ലാണ്ട് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയെ മാത്രം ആസ്വദിക്കണ, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ മാത്രം ധ്യാനത്തിലിരിക്കുന്ന എത്രയോ ആത്മാക്കളുണ്ട്. അവർക്ക് ആർക്കും ഒരിക്കലും ആ ആസ്വാദനം, ഭഗവാൻ എന്താണ്, അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം എന്താണ്, ഭഗവാന്റെ മഹത്വം എന്താണ്, ഈശ്വര പരമകൃഷ്ണ സച്ചിദ് ആനന്ദ വിഗ്രഹ, ആ ആനന്ദ വിഗ്രഹം എന്താണ് എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെ മനസ്സിലാക്കേണ്ടത് ഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എല്ലാത്തിന്റെയും പരമാത്മാവിന്റെ പ്രഭവസ്ഥാനം ഭഗവാനാണ്. കൃഷ്ണനിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. അപ്പോ ആ പരമാത്മാവിനെ നമ്മള് മനസ്സിലാക്കുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാം ഭഗവാന്റെ ആത്മീയ സ്ഫുലിംഗങ്ങളാണ്. ആ ഭഗവാന്റെ അവബോധം, നമ്മൾ ഈ ആത്മീയ സ്ഫുലിംഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അവബോധം ഈ ശരീരത്തിൽ മുഴുവനും നമ്മുടെ നിറഞ്ഞു നിൽക്കുന്നു. എന്നാ ഭഗവാൻ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപൻ. നമ്മള് ബ്രഹ്മപുച്ഛ പ്രതിഷ്ഠ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എന്ന് പറയുന്നത് 5 കോശങ്ങൾ കൊണ്ടുള്ളതാണ്. അന്നമയം, പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഈ ഓരോ കോശങ്ങളും നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതല്ല, അടുത്തതാണ് കൂടുതൽ. അതായത് അന്നത്തിൽ കൂടെ നമ്മുടെ ഈ ശരീരം ഉണ്ടായി, അത് അന്നത്തിൽ ചേരുന്നു എന്ന് ആദ്യം പറയുമ്പോൾ പിന്നെ മനസ്സിലാക്കണോ അല്ല, അതിലും മേലെയാണ് പ്രാണൻ. കാരണം ഈ പ്രാണൻ, ഈ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ ഈ ശരീരം ഒന്നുമില്ല. അപ്പൊ പ്രാണനെ മനസ്സിലാക്കാൻ, അപ്പൊ പ്രാണനെ തന്നെ പല വിധത്തിലും നമുക്കറിയാം. 10 പ്രാണൻ ഈ ശരീരത്തിൽ ഉണ്ടെന്ന് ഉള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രാണനിലും മുകളിലാണ് ജ്ഞാനം. എന്താ ജ്ഞാനം? ഭഗവാനെ, ജീവാത്മാവിനെ, അതായത് പരമാത്മാവിനെയും ആത്മാവിനെയും കുറിച്ചുള്ള അറിവ്. ആ അറിവിൽ നിന്ന് നമ്മള് വിജ്ഞാനം, അതായത് അതിനെ നമ്മള് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആനന്ദമയമാണ് നമ്മൾ ആവണം. അപ്പൊ ആനന്ദം എന്താണ്? ആനന്ദമാണോ ഭഗവാൻ? ഭഗവാൻ അതിനും മുകളിലാണ്, പരമാനന്ദമാണ്. അപ്പൊ ആ ആനന്ദമയമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ, പരമാനന്ദ സ്വരൂപനെ മനസ്സിലാക്കാനുള്ള ഓരോരോരോ വിദ്യകളാണ് ഇതല്ല നീതി, ഇതല്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇതെല്ലാം വേദാന്ത സൂത്രത്തിൽ പറയുന്നത് ആനന്ദമയോഭ്യാസ. ഭഗവാനാണ് ആനന്ദൻ, അല്ലെ? ഭഗവാനിൽ നിന്നാണ് എല്ലാത്തിന്റെയും കാരണങ്ങൾ. അപ്പോ പരാശര മഹർഷി പറയേണ്ട അഹം ത്വം ച തഥാന്യേ, ഞാനും നീയും മറ്റു വിവിധ ജീവികളും എല്ലാം ഭൗതിക ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതീന്ദ്രിയ സത്തയാണ്. അപ്പോ ഭഗവാൻ അതീന്ദ്രിയമാണ്, ഭഗവാന്റെ ശാശ്വത രൂപമാണെന്നുണ്ടെങ്കിൽ ജീവാത്മാവും ശാശ്വതമാണ്. ജീവാത്മാവും ഭഗവാന്റെ തന്നെ ഗുണങ്ങളുണ്ട്, പക്ഷെ അളവില് വ്യത്യസ്തമാണ്. കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷെ ഭഗവാന്റെ അത്ര ഗുണങ്ങള് ജീവാത്മാവിൽ ഉണ്ടാവില്ല. എന്നാൽ ഈ നമ്മുടെ കർമ്മഭേദം അനുസരിച്ചിട്ടാണ് പ്രകൃതിയുടേതായ ത്രിഗുണങ്ങൾ സത്വം, രജസ്, തമസ് നമുക്ക് അറിയാവുന്നതാണ്. അത് എന്താവണു? നമ്മളില് ചേരുമ്പോൾ നമ്മള് പതിതമായി തീരുന്നു, നമ്മള് മാലിന്യമുള്ളവരാവുന്നു. അപ്പോഴും ചില ആൾക്കാര് സത്വഗുണത്തിലും ചില ആൾക്കാര് തമോ ഗുണത്തിലും ഉണ്ട്. അപ്പൊ സത്വഗുണത്തിലുള്ളവരെ നമ്മൾ എന്താ പറയാ? ഉത്കൃഷ്ടമായിട്ടുള്ള ശക്തികൾ എന്ന് പറയും. താഴെ തമോ ഗുണത്തിലുള്ളവരെ നമ്മൾ പറയും താഴ്ന്ന അല്ലെങ്കിൽ അധമമായിട്ടുള്ള ഇതാന്ന് പറയും. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും ഉണ്ടല്ലേ ഉത്കൃഷ്ടവും എന്താ പറയാ അധമവുമായ
ചിന്തകളായിട്ടും പ്രവൃത്തികളായിട്ടുമുള്ള ആളുകളുമുണ്ട്. അപ്പൊ ഈ 84 ലക്ഷം ജീവജാലങ്ങളിൽ കൂടെ നമ്മള് ഈ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് വരുന്നത്. സത്വഗുണവും ഒരു ഗുണമാണ്. അപ്പൊ ആ ഗുണത്തിൽ നിന്ന് വിശുദ്ധ സത്വത്തിലേക്കാണ് ജീവാത്മാക്കൾ വരേണ്ടത്. എന്നാല് ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാനെ ഈ ഒരു തരത്തിലുള്ള മാലിന്യവും ബാധിക്കാത്തത് കൊണ്ട് ഭഗവാനിൽ നിന്ന് വരുന്ന ഗുണങ്ങൾ ഒരിക്കലും ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നതാണ് ഈ വ്യക്തിഗത ജീവാത്മാവിന്റെ കർമ്മരംഗം. ആ കർമ്മരംഗത്തില് ഭഗവാൻ എല്ലാത്തിനും എങ്ങനെയാ നിൽക്കുന്നത്? ഉപദ്രഷ്ടാനും അന്താച്ച ഭക്ത ഭോക്ത മഹേശ്വര. ഉപദ്രഷ്ടാവായിട്ട് അനുമന്താവായിട്ട് ഭഗവാൻ നമ്മുടെ ശരീരത്തിലുണ്ട്. പരമാത്മാ രൂപത്തില് എല്ലാത്തിനും അനുമതിദായകനായിട്ടും എല്ലാത്തിനെയും വീക്ഷിച്ചുകൊണ്ടും ഭഗവാൻ നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉള്ളിലേക്ക് ഒരിക്കലും നോക്കണില്ല. നമ്മൾ എപ്പോഴും പുറത്തേക്കാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജീവസത്ത എന്നത് ഒരു ഭൗതിക ശരീരം മാത്രമാണ്. ഭഗവാൻ എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. ഭഗവാൻ ഒരു ജീവസത്ത അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഡൈശ്വര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ് അല്ലെങ്കിൽ ആ ഭഗവാനിൽ നിന്നാണ് എല്ലാ ജീവസത്തകളും വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് അങ്ങനെ മനസ്സിലാവണത് എന്ന് വെച്ചാല്, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താ? ഈ പഞ്ച ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. എന്നാ ഭഗവാനോ? ഭഗവാൻ ഋഷികേശ സേവനം. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ്. അപ്പൊ ഭഗവാനാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നിയന്താവ്. അപ്പൊ എല്ലാത്തിന്റെയും ഉടമസ്ഥനും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ മാത്രം ഉടമസ്ഥനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഭഗവാന്റെ ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ പരമാത്മാവാണ്. ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ. ഭഗവാന്റെ ബ്രഹ്മജ്യോതിസാണ് ഈ കാണുന്ന എല്ലാ സൂര്യനും ചന്ദ്രനും എല്ലാത്തിനും വെളിച്ചവും ചൂടും എല്ലാം നൽകുന്നത് ഭഗവാന്റെ ശക്തിയിൽ നിന്നാണ്. അപ്പോ ഈ 14 ലോകങ്ങൾ, 14 ലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട സ്വരൂപത്തിന്റെ ഓരോ അവയവങ്ങളിൽ നിൽക്കുന്ന ജീവജാലങ്ങള്, അതുപോലെ തന്നെ വിരാട സ്വരൂപത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്താണ് തലഭാഗം എന്ന് പറയുന്നത്? ബ്രാഹ്മണരാണ്, ക്ഷത്രിയര് ബഹുക്കളാണ്, വൈശ്യര് തുടകളാണ്, പാദങ്ങള് ശൂദ്രരാണ്. അപ്പോ ഇതിലെല്ലാത്തിനും എന്തിനാ ഭഗവാൻ അങ്ങനെയെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ, ഇതൊന്നും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇതെല്ലാം ഭഗവാനിൽ തന്നെയാണ്. ഈ ലോകത്തുള്ള ഒരു തരി മണ്ണെടുത്താൽ അവിടം തൊട്ട് ഈ കാണുന്ന എല്ലാ ഗ്രഹങ്ങളും അവിടെ നമുക്ക് പോലും അറിയില്ല അല്ലെ. കാറ്റിപ്പോ സുഗന്ധം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പക്ഷെ കാറ്റിനൊരിക്കലും അത് ഏൽക്കണില്ല. ആ ചീത്ത മണം, ഒരു എലി ചെത്തിട്ടുണ്ടെങ്കിൽ ആ മണം വലിച്ചുകൊണ്ട് വരുന്ന ആ കാറ്റായിരിക്കും പൂന്തോട്ടത്തിൽ കൂടെ പോണേ. അപ്പൊ എന്തായി? ഇത് പോയിട്ട് ആ പൂന്തോട്ടത്തിന്റെ വന്നു. അത്രേ ഉള്ളൂ. നമ്മള് ഈ ഓരോരുത്തരും നമ്മുടെ ഈ ആത്മാവും ഈ ഭഗവാന്റെ ഓരോ ലീലകളും ഓരോ പഞ്ചഭൂതങ്ങളും എല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലാണ്ട് നമ്മളായിട്ട് ഇവിടെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, നമ്മളെ കൊണ്ടൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല, അത് സാധിക്കൂല്ല. ആ ഒരു സത്യത്തിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറയുന്നു, ജീവാത്മാക്കൾക്ക് അതിൻ്റെതായ ആത്മീയ സ്വരൂപമുണ്ട്. അതായത് നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. സ്ഥൂല ശരീരവും മാനസിക വൃത്തിയും പ്രവർത്തനരഹിതമാകുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥൂല ശരീരത്തിന് അനങ്ങാൻ പറ്റാണ്ട്, അതായത് ആ ഒരു സമയം ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചാൽ പിന്നെ നമ്മൾക്കൊന്നും പേടിക്കാനില്ല. പക്ഷെ അതുവരെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഭഗവാന്റെ ചിന്തകൾ ഉണ്ടായിരിക്കണം. നാവിന്റെ തുമ്പിൽ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉണ്ടാവണം. കാണുന്നതും നാരായണ രൂപം, കേൾക്കുന്നതെല്ലാം നാരായണ രൂപം എന്ന് പറയണ പോലെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഈ കൈകളും കാലുകളും ചെവിയും കണ്ണും വായ, പ്രസാദം കഴിക്കാൻ നാവ് 2 കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ. പ്രസാദം കഴിക്കാനും സാധിക്കും, ഭഗവാനെ കുറിച്ച് പറയാനും സാധിക്കും. അപ്പൊ അത് വളരെ വിശിഷ്ടമായതാണ്. ഒരാളെ ചീത്ത പറയാനും ഈ നാവ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഭഗവാന്റെ സ്തുതികൾ പാടാനും ഈ നാവ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഈ നാവിന്റെ തുമ്പത്ത് രാധാറാണിയും ഭഗവാനും കളിയാടണൂല്ലേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ എന്നുള്ള രാമ രാമ ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോ, അപ്പൊ ആ വിധത്തിലുള്ള വൃന്ദാവനമാക്കി മാറ്റണം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകള്. അങ്ങനെയുള്ള ആ ഒരു ജീവാത്മാവിന്
എന്താണ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ അജാമിളന്റെ ഇതിൽ കണ്ട പോലെ അറിയാണ്ട് പോലും നാരായണ എന്നൊന്ന് വിളിച്ചപ്പോ ഭഗവാന്റെ പാർഷദന്മാര് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതേസമയം ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു പേരിട്ട് ഇടാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഭഗവാന്റെ ഭക്തനായിരുന്നു. ചെറുപ്പത്തിലെ ഭഗവാനെ വിളിച്ചിട്ട് ആ ഒരു ചിന്തയിൽ കൂടെയാണ് അദ്ദേഹം ഭഗവാന് ഒരു ഇത് ഇട്ടത്, എന്താ പറയാ, പേരിടാനായിട്ട് സാധിച്ചത്. അപ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഒരു സോറി അപ്പോ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതിനും അപ്പുറത്താണ്. പരമാർത്ഥത്തിൽ അദൃശ്യനും അശ്രുതനുമാകയാൽ ജീവാത്മാവ് വിട്ടുപോയി എന്ന് നാം അഭിപ്രായപ്പെടും. ഒരു ജീവാത്മാവിനെ നമ്മൾ മനസ്സിലാക്കി ജീവാത്മാവിന്റെ പരിമാണം എത്രയാണ്, അളവ് അല്ലെങ്കിൽ അതിന്റെ സൂക്ഷ്മ രൂപം ആണെന്നും അതിന്റെ അളവ് എത്രയാണെന്നും നമ്മൾ മനസ്സിലാക്കി. ആ ഒരു ജീവാത്മാവ് ശരീരം വിട്ടുപോയാൽ നമ്മൾ അറിയണില്ല. അറിയണത് എപ്പോഴാ? എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിന്റെ നിലയ്ക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ശരീരം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഈ ശരീരം ഇനി യോഗ്യമല്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ആ ശരീരം നശിക്കാൻ തുടങ്ങും, അല്ലെ? അതിന്റെ ഉള്ളിൽ നിന്ന് മണം വരാൻ തുടങ്ങും, നമ്മൾ വേണ്ട സമയത്ത് അതിനെ സംസ്കരിച്ചില്ലെങ്കിൽ. അപ്പോ അത്രയേ ഉള്ളൂ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. നാം അഭിപ്രായപ്പെടും ഗാഢ നിദ്രയിലായ ഒരാളുടെ സ്ഥൂല ശരീരം അപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അയാളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ആത്മാവ് ശരീരത്തിനുള്ളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു ശരീരം മരിച്ചിട്ടില്ല എന്ന് നമ്മള് ഉറങ്ങിക്കിടക്കുന്ന ഒരു ശരീരം കാണുമ്പോൾ എങ്ങനെയാ മനസ്സിലാവണത്? ആ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെ അയാളുടെ എന്താ പറയാ നെഞ്ച് ഇങ്ങനെ പൊങ്ങി താണും നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒന്ന് മൂക്കിന്റെ അവിടെ വിരൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, ഓ ഇയാള് ശ്വാസം വലിക്കണ്ടേ. ചിലപ്പോ കൂർക്കം വലിക്കാത്ത ഒരാള് വളരെ എന്താ പറയാ ഒരു പ്രജ്ഞ ഇല്ലാത്ത പോലെ ചിലവര് കിടന്നുറങ്ങും. കാരണം അത്രയും ക്ഷീണിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നലെ എല്ലാവരും ഉറക്കൊളിച്ച് രാത്രി വരെ ഇരുന്ന് ആട്ടും പാട്ടും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടയേർഡ് ആവും. അപ്പൊ ചിലപ്പോ നമ്മൾ പോലും അറിയില്ല നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോ എന്താ അവസ്ഥയിലായിരിക്കും എന്നുള്ളത്. അപ്പോഴും നമ്മളെ കാണുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവുക? അത് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ശ്വാസത്തിൽ കൂടെ. ആ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകയാൽ ജീവാത്മാക്കൾ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ ചേതനാത്മാവിന് അസ്തിത്വമില്ല എന്ന അർത്ഥമില്ല. അപ്പോ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ട അർജുനനോട്, അർജുന നീ യുദ്ധം ചെയ്യാനായിട്ട് എന്തിനാ വിഷമിക്കുന്നത്? നീ എണീറ്റ് യുദ്ധം ചെയ്യേ. കാരണം ആത്മാവിനെ ആർക്കും കീറി മുറിക്കാൻ സാധ്യമല്ല. ന ജായതേ മ്രിയതോവ കഥാചിൽ ന്യായം ഭൂത ഭവിത ഭാവ പാനഭൂയ അതോ അഹോ നിത്യ ശാശ്വതോയം പുരാണം ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഒരു തരത്തിലും നമുക്ക് ഹനിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ ആത്മാവിന്റെ ഗുണങ്ങള് 8-9 ഗുണങ്ങളെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല, നനയ്ക്കാൻ പറ്റില്ല, ഉണക്കാൻ പറ്റില്ല. ആത്മാവ് ശാശ്വതമാണ്. ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എങ്ങനെയാ സാധിക്കുന്നത്? ഒരു ജീവാത്മാവിന്റെ ചലന ശരീരത്തില് അല്ലെങ്കിൽ ആ ജീവാത്മാവിലെ ശ്വാസം നിൽക്കുമ്പോഴാണ് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആത്മാവിനെ ഒരു വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ വാസാംസി ജീർണാനി യഥോ വിഹായ തഥാ ശരീരാണി നരോപരാണി. അപ്പോ ഓരോ വസ്ത്രം നമ്മൾ മാറ്റുന്നത് പോലെയുള്ളൂ ഈ ആത്മാവ് ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അർജുന നീ വിഷമിക്കണ്ട, എണീറ്റ് യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ അർജുനനോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജീവാത്മാവ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികള്, എന്ത് പ്രവൃത്തിയാണ്? തെറ്റില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അതിനോട് പറയണു ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, ആത്മാവ് ശാശ്വതമാണ്. ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സൂര്യപ്രകാശം വരുന്നുണ്ട്. പക്ഷെ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യപ്രകാശം വരണില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ അതല്ല ശരി. സൂര്യൻ നമ്മുടെ ഈ ഭൂമിയുടെ ചുറ്റല് കാരണം നമ്മൾ ഇവിടെ സൂര്യനെ കാണില്ല എന്നുള്ളൂ. സൂര്യപ്രകാശം അപ്പോഴും ഉണ്ട്, സൂര്യനും അപ്പോഴുണ്ട്, ഇവിടെ അല്ലെങ്കിൽ വേറൊരു തരത്തില്. അതേപോലെ തന്നെ ഈ സൂര്യന്റെ കിരണങ്ങള് എങ്ങനെയാണോ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് അതേപോലെ തന്നെയാണ് അമേരിക്കയിലും ഉള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളും ഈ ശരീരം ഉപേക്ഷിച്ചാലും ഈ ശരീരം വേറൊരു രൂപത്തിലോ അല്ലെങ്കിൽ മനുഷ്യ ശരീരമായിട്ടോ ആ ആത്മാവിന്റെ ആ ശാശ്വതമായ ആത്മാവിന്റെ
ആ കർമ്മപ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ശരീരത്തിന് അതിന് സ്വീകരിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അത് ഇവിടെ തന്നെയുണ്ട്. അന്യഥാ ജനന മരണങ്ങളുടെ പുനരാവൃത്തി സംഭാവ്യമാകുന്നത് എപ്രകാരമാണ്? അതായത് ആത്മാവ് നശിച്ചു, കപില സിദ്ധാന്തം അനുസരിച്ചിട്ട് നാസ്തികർ ഒരിക്കലും ആത്മാവിനെ പറ്റി വിശ്വസിക്കുന്നില്ല. അവര് പറയണത് കുറെ കെമിക്കൽസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ശരീരം. കാരണം സോഡിയം, പൊട്ടാസ്യം ഒക്കെ വേണമല്ലോ ശരീരത്തിന്. അപ്പൊ അതേപോലെ തന്നെ എല്ലാ വായുക്കളും നമുക്കറിയാം, ഓക്സിജൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള വായു ഇതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒരു ശരീരം ഉണ്ടാക്കാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് അത് സാധിക്കുന്നില്ല? അവർക്ക് ഉണ്ടാക്കിക്കൂടെ? എന്നാൽ അതേമാതിരിയുള്ള ഒരു ശരീരം എന്നിട്ട് ഒരു ജീവൻ വെച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അസാധ്യമായതിനെ പറ്റി നമ്മൾ ചോദിക്കാൻ പാടില്ല. അപ്പൊ അവര് പറയും അത് നിങ്ങളെ ജയിക്കാൻ വേണ്ടി പറയണേന്ന് പറയും നമ്മളോട്. ഈ ശരീരത്തിന് വളർച്ചയുണ്ട്, സ്ഥിതി, ആറ് ഭാഗത്തിൽ കൂടെ ഈ ശരീരം കഴിഞ്ഞു പോണുണ്ട്. ജനിക്കണു, ജീവിക്കണു, പിന്നെ അതുപോലെ തന്നെ പ്രത്യുൽപാദനം നടത്തണു, ക്ഷയം സംഭവിക്കുന്നു, അത് സ്ഥിതി ഉണ്ടാവണമല്ലോ, ക്ഷയം സംഭവിക്കുന്നു, മരണം സംഭവിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇല്ലാത്ത ജീവജാലങ്ങൾ ഇല്ല ഈ ഭൂമുഖത്ത്. 1000 കൊല്ലം വളർന്ന വൃക്ഷമായാലും ശരിയാണ്, ഒരു ദിവസം ജീവിക്കുന്ന ഇന്ദ്രകോപം, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, വെളിച്ചം വരുമ്പോ പറഞ്ഞ ആ ജീവിയാണെങ്കിലും അതും എല്ലാം നശിക്കും. എല്ലാത്തിനും നാശമുണ്ട്. ഇപ്പൊ ബ്രഹ്മാവ് 100 വർഷം, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് ബ്രഹ്മാവിന്റെ ആയുസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ആ ബ്രഹ്മാവിന്റെ ആയുസ് പോലും ഭഗവാന്റെ ഒരു ശ്വാസനിശ്വാസത്തിൽ തീർന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ജീവശരീരങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് പറയണു, ഇതിന്റെ എല്ലാത്തിന്റെയും ഇത്രയും പറഞ്ഞതിന്റെ നിർണയം എന്താന്നാ പറയുന്നത്? ഭഗവാൻ ജീവാത്മാക്കളെ പോലെ സൂക്ഷ്മവും സ്ഥൂലവുമായ അല്ലാത്ത അദ്ദേഹത്തിൻ്റെതായ അതീന്ദ്രിയ രൂപത്തിൽ ശാശ്വതമായി നിലകൊള്ളുന്നു. ഭഗവാൻ എപ്പോഴും അചിന്ത്യനാണ്, അഭേദനാണ്, എല്ലാത്തിന്റെയും ആനന്ദനാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉറവിടം. ഒരിക്കലും ഭഗവാനെ നമുക്ക് വേറൊരു തരത്തില് നമ്മള് ചിന്തിച്ചുവിടാം. അപ്പോ ആ ഭഗവാൻ ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഒരു മിനിറ്റ്, ജീവാത്മാക്കളുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തോട് ഭഗവാന്റെ ശരീരത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ജീവാത്മാക്കളുടെ ശരീരം നമ്മൾക്ക് മനസ്സിലാക്കി, ഇത്രയും നേരം നമ്മൾ അതാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ജീവാത്മാവിന്റെ ശരീരം നശിക്കുന്നു, ഭഗവാന്റെ ശരീരം ഒരിക്കലും നശിക്കുന്നില്ല. അപ്പോ ആ ഭഗവാൻ എങ്ങനെയാണ്? ആനന്ദ ചിന്മയ രസാത്മകതയാ മനസ്സു യപ്രാണിനാം പ്രതിഫലൻ സ്മരതാമുപേത്യ ലീലായിതേന ഭുവനാനി ജയത്യജസ്രം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. അതായത് ഒരിക്കലും അല്ലെ, ഒരു ആനന്ദ ചിന്മയനാണ് ഭഗവാൻ. ആ ഭഗവാൻ നമ്മള് സാധാരണ ഒരു ജീവസത്തയെ പോലെയോ അല്ലെങ്കിൽ ജീവാത്മാവിനെ പോലെയോ ഈ ലൗകികമായ ഭൂമിയില് വരുന്നില്ല. ഭഗവാൻ എന്തിനാ ലൗകികമായ ഭൂമിയിൽ വരുന്നത്? ലീലകളാടാനായിട്ട്. ഭഗവാന്റെ ആ സർവാതിശായിയായ ഭഗവാന്റെ ദിവ്യമായ അസ്തിത്വം എന്നും നിലനിൽക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പരമാനന്ദത്തിനെ തിരിച്ചറിഞ്ഞ് നമ്മളെ പോലുള്ള ആൾക്കാരിൽ ആ രസം, ഭഗവാനെ എങ്ങനെ രസിക്കാം. നമുക്കറിയാം 5 തരത്തിലുള്ള രസങ്ങളിൽ കൂടെ ഭഗവാനെ നമുക്ക് ആസ്വദിക്കാം, അല്ലെ, ഭഗവാനെ നമുക്ക് സേവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ പരമപുരുഷനായ ഗോവിന്ദനെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ലീലകൾ ആടുന്നതിനും നമ്മൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ ഭൂലോകത്ത് വരുന്നത്. അപ്പൊ ആ ഒരു ഭഗവാന്റെ രൂപത്തിനെ ഒരിക്കലും നമ്മള് സാധാരണ ജീവസത്തയായിട്ട് താരതമ്യപ്പെടുത്താൻ പാടില്ല. ഭഗവത് സ്വരൂപത്തെ കുറിച്ചുള്ള അവിധ സർവ്വ സിദ്ധാന്തങ്ങളും സാങ്കല്പികമാണ്. നമ്മളിപ്പോ മനസ്സിലാക്കി, ഭഗവാനെ കുറിച്ച് നമ്മള് തെറ്റായ തരത്തിൽ ചിന്തിച്ചാൽ അതെല്ലാം നമ്മുടെ തന്നെ ബുദ്ധിയിലെ കുറവാണ്, അല്ലെങ്കിൽ അത് ഊഹാപോഹങ്ങൾ, അതെല്ലാം തെറ്റാണ്. നമ്മളെപ്പോഴും പിന്തുടരേണ്ടത് വൈദികമായിട്ടുള്ള, അതായത് വൈദിക ശാസ്ത്രങ്ങളെ പിന്തുടർന്ന് എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ വിധത്തിലാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭൗതിക മാലിന്യങ്ങളിൽ മാത്രം ബന്ധനസ്ഥായ ജീവാത്മാവിന് ഒരു ശാശ്വത ആത്മീയ സ്വരൂപമുണ്ട്. ഭഗവാന്റെ അംശമാണ് ജീവാത്മാവ്, ഭഗവാനെ സേവിക്കേണ്ടതാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ ഉള്ളടക്കത്തിലായിട്ട് പറയുന്നത്.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം മാതാജി, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. അത് മാതാജിയുടെ ക്ലാസ് സൂപ്പർ ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്നായി ഭഗവാനെ കുറിച്ച് പറഞ്ഞു തന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താല്ലേ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. നിർത്താം മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച അനന്തകോടി വൈഷ്ണവന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഇന്നത്തെ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രഭുപാദയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഹരേ കൃഷ്ണ.